ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് റിസ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് ഞായറാഴ്ചയിലത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ബിരിയാണിയൊക്കെ തിന്ന് ഒരു നോർമൽ റൈസ് കഴിക്കാൻ ഓർത്താണ്. സിമ്പിളാക്കണ്ടെന്ന് വിചാരിച്ച് തേങ്ങാച്ചോറാക്കി. അപ്പോൾ ഇതാ നല്ല നാടൻ മുളകും കറിവേപ്പിലയൊക്കെ കിട്ടിയിട്ടുണ്ട്. തേങ്ങാച്ചോറ് ഇങ്ങോട്ട് അധികം പ്രചാരത്തിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല, ചെറുതായിട്ടൊന്നും ഫ്ലോപ്പായി പോയി. ഇപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുകയാണ്, കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും ചുവന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് കറിക്ക് ചുവന്നുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് സവാള ഞാൻ ഇപ്പോൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുകയാണ്. ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് കാന്താരി മുളകും കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഓവറായിട്ടില്ല, എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി മസാലപ്പൊടിയുടെ മണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം തക്കാളിനെ. പിന്നെ കഴുകി വെച്ച ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് നേരം അങ്ങനെ ഒന്ന് വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ബീഫ് കറി റെഡിയാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനത്തെ നല്ല ചാറോട് കൂടിയുള്ള ബീഫ് കറി ആയിരിക്കും. പിന്നെ നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇനി 2-3 വിസിൽ ചെറിയ ഫ്ലെയിമിൽ വന്നു കഴിയുമ്പോൾ ബീഫ് കറി അവിടെ റെഡിയാവും. ബീഫ് കറി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിൽ ഇനി തേങ്ങാച്ചോറിനുള്ള പരിപാടി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാച്ചോറ് പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയില്ലായിരുന്നു. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ചോറ്, വെറുതെ വെറുംചോറും ബീഫ് കറി ആക്കണ്ട, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ്? ഞായറാഴ്ചയാണോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറ്? ഇവിടെ ഞായറാഴ്ചയാണ് കേട്ടോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറ്. ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതാ നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയിലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയും പുതിനയൊന്നും ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇവിടെ കടലക്കറി, മുട്ടക്കറി, ചിക്കൻ കറി, സാമ്പാർ എല്ലാത്തിലേക്കും മല്ലിയില എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാച്ചോറ് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.